ശ്രീ ഗുരുഭ്യോ നമഃ. സുദർശനം എന്ന് പറഞ്ഞാൽ ശുഭമായിട്ടുള്ള ദർശനം, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ദർശനം എന്നർത്ഥം. എന്ത് കാര്യമാണെങ്കിലും, വിദ്യാഭ്യാസപരമാണെങ്കിലും വ്യവസായപരമാണെങ്കിലും ഉദ്യോഗപരമാണെങ്കിലും ധനപരമാണെങ്കിലും കുടുംബത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും ഒരു വിജയം കിട്ടണം എന്നുണ്ടെങ്കിൽ ശുഭാപ്തി വിശ്വാസം വളരെ ആവശ്യമാണ്. നെഗറ്റീവ് തിങ്കിങ് ഇല്ലാതാക്കി എന്ത് പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ളതായിട്ടുള്ള ഒരു കോൺഫിഡൻസും ഒരു ക്ലാരിറ്റി ഇൻ തോട്ട് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും അതുപോലെ തന്നെ പുറത്തു നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ശത്രുബാധ, ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം, ഇതുപോലുള്ള കാര്യങ്ങളെ അതിജീവിക്കുന്നതിനും വളരെ പ്രധാനമായി കാണുന്ന ഒരു മന്ത്രമാണ് സുദർശന മഹാമന്ത്രം. അതിൽ തന്നെ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര മൃത്യോർ മോചയ മോചയ, ഏത് രീതിയിലുള്ള ഒരു മൃത്യുവിനെയും ഇല്ലാതാക്കി പുനർജീവിപ്പിച്ച്, അതായത് തീരെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും തിരിച്ചും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ആർജവവും ഒരു ശക്തിയും നേടുന്നതിന് ഈ സുദർശന മന്ത്രത്തിൻ്റെ ജപം വളരെ പ്രധാനമായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ആ മന്ത്രം കൊണ്ട് തന്നെ ഹവനം ചെയ്യുന്നതും വളരെ പ്രധാനമായി പറഞ്ഞിരിക്കുന്നു. ഈ സുദർശന മഹാമന്ത്രം തന്നെ പല കാര്യങ്ങൾക്കായി പല ദ്രവ്യങ്ങളെ കൊണ്ട് ഹോമം ചെയ്യുന്നതിനായി പറയപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള അസുഖങ്ങൾ, ഒന്ന് മാറി ഒന്ന് വരുന്നതായിട്ടുള്ള അസുഖങ്ങൾ മാറുന്നതിന് ഗുഗ്ഗുലു ഉപയോഗിച്ച് ഹവനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ധനധാന്യ സമ്പത്തിന് താമരപ്പൂവ്, ശത്രുബാധയ്ക്ക് വെൺകടുക, ഇങ്ങനെ ഓരോ നമ്മുടെ കാര്യങ്ങൾക്ക് ഓരോ ദ്രവ്യങ്ങളെ കൊണ്ട് ഹവനം ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഈ സുദർശന യന്ത്രം, സുദർശന ചക്രം എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ ആയുധമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അധർമ്മത്തിനെതിരായി കാണപ്പെടുന്നതായിട്ടുള്ള എല്ലാ ശക്തികളെയും, സനാതന ധർമ്മത്തിന് എതിരായി കാണപ്പെടുന്ന എല്ലാ ശക്തികളെയും ഇല്ലാതാക്കി ധർമ്മസ്ഥാപനത്തിനും ഈ മന്ത്രം വളരെ പ്രധാനമാണ്. പരിത്രാണായ സാധൂനാം വിനാശായത് ദുഷ്കൃതം, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ, ധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്നവരുടെ ശക്തി ഇല്ലാതാക്കി ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുന്നതിനും ഈ മന്ത്രം തന്നെയാണ് വളരെ പ്രധാനം. എല്ലാ അധർമ്മികളെയും ഈ സുദർശന ചക്രം വെച്ചിട്ടാണ് നമുക്ക് പുരാണങ്ങളിൽ കാണപ്പെടാം മഹാവിഷ്ണു ഇല്ലാതാക്കിയിട്ടുള്ളത്. ഈ വരുന്ന 19-ാം തീയതി ഞായറാഴ്ച ജ്ഞാനാംബിക റിസർച്ച് ഫൗണ്ടേഷൻ ഫോർ വേദിക് ലിവിങ്ങിൻ്റെ ഒരു മഹാസുദർശന ഹോമം അയോധ്യ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ സനാതന ധർമ്മവിശ്വാസികളും ഇതിൽ പങ്കെടുത്ത് സുദർശനമൂർത്തിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകും. ഈ ചക്രം എന്ന് ആയുധമായിട്ട് നമ്മൾ പറഞ്ഞാലും ഭഗവാന്റെ ആയുധങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ചൈതന്യമുള്ളതായിട്ടുള്ള ദേവതകളായി കാണപ്പെടും.
ഈ സുദർശന ചക്രം തന്നെ സുദർശന മൂർത്തിയായിട്ട് നമ്മൾ മാറ്റി പൂജ ചെയ്ത് സുദർശന മഹാവിഷ്ണുവായി കണ്ട് പൂജ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ സാധിക്കും. അന്ന് സുദർശന മന്ത്രജപത്തിലും എല്ലാവർക്കും പങ്കെടുക്കാം. ഹോമത്തിൽ പങ്കെടുത്ത് ഹോമപ്രസാദം എല്ലാവർക്കും സ്വീകരിക്കാം. സങ്കല്പത്തിൽ പങ്കുകൊള്ളണം എന്നുള്ളവരും അതുപോലെ ഹോമ ദ്രവ്യങ്ങൾ ഇതിനായി തരാൻ താല്പര്യമുള്ളവർക്കും എല്ലാം നേരത്തെ തന്നെ ബന്ധപ്പെട്ട് അതിനുള്ള ഹോമദ്രവ്യങ്ങൾ, ദക്ഷിണ ഇതെല്ലാം തന്ന ഇതിൽ ഭാഗമാകാം. അങ്ങനെ എല്ലാവരും, എല്ലാ സനാതന ധർമ്മവിശ്വാസികളും 19-ാം തീയതി ഞായറാഴ്ച ഈ ഹവനത്തിൽ പങ്കെടുത്ത് സുദർശന മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതമാകണമെന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം.